ഹലോ, നമുക്കിന്ന് കുറച്ച് കൊഞ്ചുകുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അവന്മാരെ നമുക്കിന്ന് ചെറിയൊരു റോസ്റ്റ് ആക്കിയാലോ? നമുക്കിവിടെ അടുത്ത് കടലില്ലാത്തതുകൊണ്ട് തന്നെ ഇവന്മാരെ നമുക്കിങ്ങനെ എപ്പോഴും ഒന്നും കാണാൻ കിട്ടത്തില്ല. പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ കേട്ടോ. ഈ മീൻചേട്ടന്മാർ വല്ലപ്പോഴും കൊണ്ടുവരുമ്പോഴാണ് ഈ സാധനം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഫാൻ ബേസാണ്. പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ ഈ സാധനം വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളത്. ഈ കുട്ടന്മാരെ ക്ലീൻ ചെയ്തെടുക്കുന്നത് അമ്മ ആണ് കേട്ടോ. അപ്പം ഞാനത് നൈസായിട്ട് പോയി ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ പരിപാടി ഇന്ന് നമുക്കാട്ടോ ഉള്ളത്. ഇസു ഉറങ്ങുന്ന ടൈം നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസുവിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങിയ ടൈമിൽ ഞാൻ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കുമായിരുന്നേ. ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശേഷം നമ്മൾ കൊഞ്ചിനെ മാരിനേറ്റ് ചെയ്യാനുള്ള മസാലയൊക്കെ എടുക്കുമായിരുന്നേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉലുവപ്പൊടിയും നാരങ്ങാനീരും ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടാട്ടോ ആ മുളകൊന്ന് കുഴച്ചെടുക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് പെപ്പർ പൗഡർ നോക്കിയപ്പോഴാണ് സാധനം ഉണ്ടായിരുന്നില്ല. പെപ്പർ ഉണ്ടായിരുന്നെങ്കിലും അത് പൊടിച്ച് ഇത് ചെയ്യാനുള്ള സമയമൊന്നും നമുക്കുണ്ടായിരുന്നില്ല. കാരണം ഇസു എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണമായിരുന്നേ. അപ്പം എന്തായാലും നമ്മൾ ഈ ബാക്കിയുള്ള മസാലയൊക്കെ വെച്ചിട്ട് നമ്മുടെ കൊഞ്ചിനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിത് കുറച്ച് നേരം എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പം കുറച്ചുകൂടെ നല്ലതാണ്. ഈ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതേ. അപ്പോൾ ഈ മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മളവനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. നമുക്കെന്നാൽ ഇവനെ പൊരിക്കാനുള്ള എണ്ണയൊന്ന് ചൂടാക്കുക. കുറച്ച് നേരം ആയി കേട്ടോ ഫ്രിഡ്ജിൽ ആളിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് ചൂടായ സമയത്തേക്കും ഞാൻ നമ്മുടെ കൊഞ്ചിനെ അതിലോട്ടിട്ടേ. ഈ കൊഞ്ച് ഒരുപാടങ്ങ് വെന്ത് പോയാലും ഒരുമാതിരി റബ്ബർ കടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിപ്പോൾ. അതുകൊണ്ട് ഞാനൊരു 70% കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും വിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ഞാനിത് എന്തായാലും എടുത്തിട്ട് പിന്നെ നമ്മുടെ റോസ്റ്റിനകത്ത് കിടന്നിട്ട് കുറച്ച് നേരം വേകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുക്കാറേ. ഇല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും ഈ കൊഞ്ചിന് കഴിക്കുമ്പോഴേ. അങ്ങനെ 2 സെറ്റായിട്ടിട്ടിട്ട് നമ്മൾ ഈ കൊഞ്ചിനെയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തേ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാടില്ല, ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പം നമ്മുടെ കൊഞ്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മൾ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉള്ളിയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. ഉള്ളിയാണെങ്കിൽ ചെറുതായിട്ടല്ല നല്ല രീതിയിൽ വഴലണം, എന്നാൽ മാത്രമേ അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഉള്ളി ഇങ്ങനെ പച്ച കടിക്കുന്നത് അതത്ര ടേസ്റ്റ് ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നായി വഴണ്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതിലോട്ട് നമ്മൾ ജസ്റ്റ് ആ വെച്ചിരുന്ന പച്ചമുളകും പിന്നെ അതിനകത്തോട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ടേ. ഈ റോസ്റ്റ് എന്ന് പറഞ്ഞാലും എനിക്ക് കുറച്ച് ലിക്വിഡ് ഇതിലിരിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം അതിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ചിനെ എടുത്ത് നമ്മൾ ഈ മസാലയിലേക്കൊക്കെ ഇട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയായി. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.